ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ്. രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ നമ്മൾ ഇന്ന് വിദർഭയ്ക്കെതിരെ ഇറങ്ങുന്ന ദിവസം കൂടിയാണ്. നാഗ്പൂരിലാണ് ആ മത്സരം നടക്കുന്നത്. 90 വർഷത്തെ രഞ്ജിയുടെ ചരിത്രത്തിൽ കേരളം ഇതാ ആദ്യമായിട്ട് രഞ്ജിയുടെ ഫൈനൽ കളിക്കാൻ വേണ്ടി പോവുകയാണ്. 74 വർഷത്തെ രഞ്ജി ട്രോഫിയുടെ ചരിത്രമുണ്ട് കേരളത്തിന്. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ ഫൈനൽ കളിക്കാൻ വേണ്ടി പോകുന്നത്, അതും കരുത്തരായ വിദർഭയ്ക്കെതിരെ. നോക്കാം വിദർഭയുടെ ഹോം ഗ്രൗണ്ടിൽ ഇന്ന് കേരളം എങ്ങനെ ഈ മത്സരത്തിന് തുടക്കമിടുമെന്ന്. സജിഷ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. നമുക്ക് നോക്കാം. സജിഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഏറെ പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ്. 90 വർഷത്തെ രഞ്ജിയുടെ ചരിത്രം, അതിൽ കേരളത്തിന്റെ 74 വർഷത്തെ ചരിത്രമുണ്ട്. ആദ്യമായി നമ്മൾ ഫൈനൽ കളിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? മനു, കയ്യെത്തും ദൂരെ ഉണ്ട് ഒരു ചരിത്ര കിരീടം. കാരണം ഒരു വിജയം മാത്രം മതി, ഒരു ചാമ്പ്യൻ ആവാൻ വേണ്ടിയിട്ട് കേരളത്തിന് ഒരു വിജയം മാത്രം മതി. അതിൽ തന്നെ ഒരു കടമ്പ, വിദർഭ എന്ന വലിയൊരു കടമ്പ, അതൊരു വലിയ കടമ്പ തന്നെയാണ്. കാരണം ഇതിന് മുമ്പെല്ലാം കേരളത്തിൻ്റെ വഴി അടഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതിന് മുമ്പൊരു സെമി ഫൈനലിലാണെങ്കിലും ഇതിന് മുമ്പൊരു ക്വാർട്ടർ ഫൈനലിലാണെങ്കിലും കേരളത്തിൻ്റെ വഴി അടഞ്ഞിട്ടുണ്ടായിരുന്നത് വിദർഭയുടെ മുന്നിലാണ്. ആ വിദർഭയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ആ വിദർഭയോടൊരു മധുര പ്രതികാരം കൂടിയാണ് കേരളത്തിന്. ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്, നമുക്ക് കേരളത്തിൻ്റെ ഒരു ചരിത്ര നേട്ടം എന്ന് പറയാനുള്ളത്, ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഫൈനലിൽ വന്ന വഴികൾ തന്നെ ഒരു വലിയ പല മുൻ ചാമ്പ്യന്മാരെയും മറികടന്നിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് പലതും നാടകീയമായിട്ടായിരുന്നു. സെമി ഫൈനലിൽ കഴിഞ്ഞ ആഴ്ച നടന്ന നമുക്ക് ആ സെമി ഫൈനലിൽ തന്നെ ആലോചിച്ചാൽ അറിയാം, ഗുജറാത്തിനെതിരെ 1 റൺസിനും 2 റൺസിനും ഒക്കെ ഇത്ര വലിയ വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് ഈ ക്വാർട്ടറും സെമിയൊക്കെയാണ് അല്ലേ? അതെ, മനു പറഞ്ഞതുപോലെ തന്നെ. കാരണം സെമിയിൽ 2 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡിലാണ് കേരളം ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നത്, അതും മുൻ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്ന ഗുജറാത്തിനെതിരെ. അതിൻ്റെ തൊട്ട് മുമ്പാണെങ്കിലും ക്വാർട്ടർ ഫൈനലിലാണെങ്കിലും 1 റൺസിൻ്റെ ലീഡാണ്, 1-ാം ഇന്നിംഗ്സിൽ 1 റൺസിൻ്റെ ലീഡാണ് യഥാർത്ഥത്തിൽ കേരളത്തിനെ സെമിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതും 2 തവണ മാത്രമായിരുന്നു സെമിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ 2ാം തവണ സെമിയിൽ എത്തുമ്പോൾ തന്നെ കേരളം ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. കേരളം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതുശക്തിയായിട്ട് കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റങ്ങൾ KCL വന്നതോടുകൂടി തന്നെ അതിലും വലിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഗുജറാത്തിൽ കഴിഞ്ഞ സെമി ഫൈനലിലാണെങ്കിൽ തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് മുഹമ്മദ് അസ്രുദ്ദീൻ്റെയും സൽമാൻ നിസാറിൻ്റെയും ഇന്നിങ്സുകൾ തന്നെയായിരുന്നു. പിന്നെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ ഇന്നിങ്സ്, അതിൽ അസ്രുദ്ദീൻ്റെ കഴിഞ്ഞ തവണത്തെ ഒരു സെഞ്ചുറി, കഴിഞ്ഞ ഒരു നാടകീയമായിട്ട് അവസാന ദിവസം തോൽക്കും കേരളം ഫൈനൽ കടക്കില്ലെന്ന് പലരും വിചാരിച്ച് നിരാശരായി നിൽക്കുന്ന നിമിഷമാണ് ഒരു വലിയൊരു ടേണിംഗ് പോയിന്റുകൾ അവസാന ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. കാരണം 29 റൺസ് മാത്രം മതിയായിരുന്നു 1-ാം ഇന്നിംഗ്സ് ലീഡ് നേടാൻ ഗുജറാത്ത്. 3 വിക്കറ്റും ബാക്കിയുണ്ടായിരുന്നു രാവിലെ. ആ 3 വിക്കറ്റും വീഴ്ത്തിയിട്ടുണ്ടായിരുന്ന ആദിത്യ സർവദെ, അതൊരു വിദർഭക്കാരനാണ്, ഇപ്പോൾ അതൊരു വലിയൊരു നേട്ടം തന്നെയുണ്ട്. അപ്പോൾ ആദിത്യ സർവദെ 3 വിക്കറ്റ് വീഴ്ത്തുന്നു. അത് തന്നെ നമുക്കറിയാം, ലാസ്റ്റ് വിക്കറ്റ് അവസാന വിക്കറ്റ് വീണിട്ടുണ്ടായത് ഹെൽമെറ്റിൽ തെറിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വലിയ നാടകീയമായിട്ടുള്ള വലിയ മുന്നേറ്റങ്ങൾ കേരളം കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല നിർണായക നിമിഷങ്ങൾ, സുന്ദര മുഹൂർത്തങ്ങൾ എല്ലാമായിട്ട് ഒരു അത്യധികം ഉത്തേജകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ തന്നെയായിരുന്നു കേരളം കടന്നു പോയിട്ടുണ്ടായിരുന്നത്. മുന്നേ ഈ ടൂർണമെൻറ്റിൽ തുടക്കം തന്നെ ഒറ്റ പരാജയം കേരളം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ടൂർണമെൻറ്റിൽ എല്ലാം ആധികാരികമായിട്ടായിരുന്നു. അതിൽ 3 ജയമുണ്ടായിരുന്നു, 4 സമനില ഉണ്ടായിരുന്നു ആദ്യ ഗ്രൂപ്പ് ഘട്ടത്തിലാണെങ്കിൽ തന്നെ. അതിൽ തന്നെ 6 മുൻ ചാമ്പ്യന്മാരെയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ, ഈ വഴികൾ മൊത്തം നോക്കുമ്പോൾ ഇത്തവണ 6 മുൻ ചാമ്പ്യന്മാരെ മറികടന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഗുജറാത്ത്, കർണാടകയ്ക്കെതിരായ സമനില, ഇതെല്ലാം എടുത്തു പറയാനുള്ളത് തന്നെയാണ്. ഗുജറാത്തിനെതിരെ സമനില ഇടുമ്പോൾ 1-ാം ഇന്നിംഗ്സ് ലീഡ്, അങ്ങനെ ഒട്ടേറെ നിർണായകമായ ഘട്ടത്തിൽ കൂടെ തന്നെ നല്ല പോരാട്ടം, മികച്ച പോരാട്ട വീര്യം കാഴ്ചവെച്ചിട്ട് തന്നെയാണ് കേരളം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ മത്സരം പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, ബാറ്റിങ്ങിൽ കേരളം നല്ല മുന്നേറ്റങ്ങൾ തന്നെയാണ് ഈ ടൂർണമെൻറ്റിലുടനീളം നല്ല മികച്ച ബാറ്റിംഗ് പ്രകടനം മിക്ക മത്സരങ്ങളിലും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഗുജറാത്തിനെതിരെയാണെങ്കിലും ജമ്മു കാശ്മീരിനെതിരെയാണെങ്കിലും മികച്ച ഇന്നിങ്സുകൾ കെട്ടിപ്പടുത്താൻ കഴിഞ്ഞു. അതിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദ് അസ്രുദ്ദീനും സൽമാൻ നിസാറും. അതുപോലെ തന്നെ നമുക്കറിയാം, ആ ക്വാർട്ടർ ഫൈനലിൽ ജമ്മുവിനെതിരായ കേരളം തകർന്നു എന്ന് കരുതുന്ന നിമിഷമാണ് 9 വിക്കറ്റുകൾ തകർന്നെടുത്താണ് 9-ാം വിക്കറ്റ് കൂട്ടുകെട്ട്. സൽമാൻ നിസാറും ബസിലും കൂടിയുള്ള ആ 9-ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തെ സെമിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. സെമിയിലാണെങ്കിലും അസ്രുദ്ദീൻ ആദ്യം സച്ചിൻ ബേബി നല്ലൊരു അടിത്തറ ഭാഗ്യം, അതിനുശേഷമാണെങ്കിലും അസ്രുദ്ദീൻ്റെ ആ സെഞ്ചുറി, ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അസ്രുദ്ദീൻ നേടിയിട്ടുണ്ടായിരുന്ന ആ സെഞ്ചുറി വലിയൊരു നേട്ടം. സജിഷ, ഇങ്ങനെ നമ്മുടെ മുഹമ്മദ് അസ്രുദ്ദീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ ഇതിഹാസം മുഹമ്മദ് അസ്രുദ്ദീനെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ആ കൈക്കുഴകളുടെ ചലനം, സത്യത്തിൽ ഇത്രയും മനോഹരമായി കൈക്കുഴകൾ ബാറ്റിങ്ങിൽ ഉപയോഗിച്ച ഒരു കലാകാരൻ, അങ്ങനെ തന്നെ പറയേണ്ടി വരും അസ്രുദ്ദീനെ കുറിച്ച്. എത്രയോ ഇതിഹാസ തുല്യമായ ഇന്നിങ്സുകൾ ഓർമ്മകളിലേക്ക് വരുന്നു. സന്തോഷം അവരെയൊക്കെ കണ്ടതിൽ, അവരുടെ വിശേഷങ്ങൾ കേട്ടതിൽ. സജിഷയോട് കൂടി ഒരു കാര്യം കൂടി വളരെ വേഗത്തിൽ ചോദിക്കേണ്ടതുണ്ട്. സജിഷ, ഒരു 6 വർഷം മുൻപ് വയനാട്ടിൽ ഇതുപോലൊരു രഞ്ജിയുടെ സെമി ഫൈനൽ നടക്കുകയാണ്. ഇതേ വിദർഭ നമ്മുടെ കേരളത്തെ നേരിടാൻ വരുന്നു.
ഉമേഷ് യാദവിൻ്റെ ബൗളിംഗ് മികവിൽ അവർ നമ്മളെ എറിഞ്ഞിടുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ അന്നത്തെ കേരളമല്ല ഇന്നത്തെ കേരളം. ഇന്ന് നമ്മൾ ഏറെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫൈനലിലേക്ക് എത്തുമ്പോൾ വിദർഭ നമുക്കൊരു അത്ര ശക്തരായ ഒരു വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ടോ? മനു, അതിൻ്റെ തൊട്ട് മുമ്പേ ഞാൻ ആ സിജുവിൻ്റെ ലൈവ് കാണായിരുന്നു, അസ്രുദ്ദീൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ള. അപ്പോൾ ആ മുഹമ്മദ് അസ്രുദ്ദീൻ എന്ന പേരും നമ്മളെപ്പോഴും ആരാധിച്ചിരുന്ന ഒരു താരം. അപ്പോൾ ആ പേര് തന്നെയായിരുന്നു എപ്പോഴും മുഹമ്മദ് അസ്രുദ്ദീനെ ഇത്തവണ രഞ്ജിയിൽ കളിക്കുകയാണെങ്കിലും കേരള ക്രിക്കറ്റ് ലീഗ് കളിക്കുകയാണെങ്കിലും ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മനു ചോദിച്ച ചോദ്യം വിദർഭയുടെ മത്സരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ 2018-19 സീസണിലാണ് വിദർഭ കേരളത്തെ തോൽപ്പിച്ചിട്ട് സെമി ഫൈനലിൽ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ. അതിൽ ഉമേഷ് യാദവ് തന്നെയായിരുന്നു ശരിക്കും കേരളത്തെ തകർത്തെറിഞ്ഞിട്ട്, ഉമേഷ് യാദവിൻ്റെ പേസ് ബൗളിംഗ് തന്നെയായിരുന്നു തകർത്തെറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ മുമ്പാണെങ്കിലും ക്വാർട്ടർ ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്, കേരളത്തിൻ്റെ വഴിയടച്ചത് വിദർഭ തന്നെയായിരുന്നു. കഴിഞ്ഞ തവണയാണെങ്കിലും വിദർഭ ഫൈനലിലെത്തി മുംബൈയോട് തോറ്റു. അപ്പം വിദർഭ നമുക്കൊരിക്കലും എഴുതി തള്ളാൻ കഴിയുന്ന ഒരു ടീമല്ല. കാരണം വിദർഭയുടെ വഴികൾ അങ്ങനെയാണ്. സെമി ഫൈനലിൽ വിദർഭ പരാജയപ്പെടുത്തിയിരിക്കുന്നത് കരുത്തരായിട്ടുള്ള മുംബൈയാണ്. 42 വർഷം കിരീടം, രഞ്ജി ട്രോഫിയിൽ ഏറ്റവും തവണ കിരീടം നേടിയിട്ടുള്ളത് മുംബൈയാണ്. ഫുട്ബോൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തന്നെ ഈറ്റില്യം എന്ന് പറയാവുന്നത് മുംബൈയാണ്. ആ മുംബൈയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തോൽപ്പിച്ചിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ സെമിയിൽ തോൽപ്പിച്ചിട്ട് തന്നെയാണ് വിദർഭ ഇപ്പോൾ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ആ മുംബൈയുടെ താരങ്ങളെ തന്നെ നോക്കിയാൽ അറിയാം. ക്വാർട്ടറിൽ മുംബൈ, രോഹിത് ശർമ്മയൊക്കെ ക്വാർട്ടറിൽ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ സെമിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ സെമിയിൽ ഇന്ത്യയിലെ വിഖ്യാതമായ പല താരങ്ങളും സെമി ഫൈനലിൽ മുംബൈയുടെ രഞ്ജി ടീമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ മുംബൈയാണ് തോൽപ്പിച്ചിട്ടുണ്ടായത്. അജിങ്ക്യ രഹാന, സൂര്യകുമാർ യാദവ്, ശിവം ദുബെ, ഇങ്ങനെ ഒട്ടേറെ താരങ്ങൾ, ഷർദുൽ ഠാക്കൂർ, അങ്ങനെ ഒട്ടേറെ താരങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വമ്പൻ താരനിര ഉണ്ടായിട്ടുള്ള മുംബൈയെ തോൽപ്പിച്ചത് തന്നെയാണ് വിദർഭയ്ക്കുള്ള ഒരു കരുത്ത് എന്ന് പറയാനുള്ളത്. അത് വലിയൊരു കോൺഫിഡൻസ് തന്നെയാണ് വിദർഭയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൽ തന്നെയാണെങ്കിൽ യഷ് താക്കൂറിൻ്റെ ഒരു മികച്ച ഒരു ബാറ്റിംഗ് പാടവം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ക്യാപ്റ്റൻ അജിത് വാഡേക്കർ ആണെങ്കിലും അതിലുപരി അതിനൊപ്പം നമുക്ക് മലയാളികൾക്ക് അഭിമാനം എന്ന് പറയാവുന്നതാണെങ്കിലും മലയാളികൾക്ക് ഒരു പക്ഷേ ചെറിയൊരു ദുഃഖം എന്ന് പറയാം. രണ്ടും കൂടി ഇഴചേർത്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. കാരണം മലയാളിയായ കരുൺ നായർ ഇപ്പോൾ വിദർഭയ്ക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അവിടെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കരുൺ നായർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കരുൺ നായർ എപ്പോഴും ഒരു കേരളത്തിനും ഈ ഫൈനലിലും ഒരു ഭീഷണി ആവാനുള്ള ഒരു സാധ്യത നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. കാരണം 3 ബാറ്റർമാരാണെങ്കിൽ ഈ 3 ബാറ്റർമാരുടെ പ്രകടനം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ എടുത്തു പറയാനുള്ളത്. അതിനുപരി ബൗളിങ്ങിലാണെങ്കിലും യഷ് താക്കൂർ ആണെങ്കിലും ദുബെ ആണെങ്കിലും എല്ലാവരും അങ്ങനെയുള്ള ഒട്ടേറെ താരങ്ങൾ, ഹർഷിത് ദുബെ ആണെങ്കിലും അങ്ങനെയുള്ള ഒട്ടേറെ താരങ്ങളുടെ ഒരു ബൗളിംഗ് പാടവം തന്നെ യഥാർത്ഥത്തിൽ വിദർഭയ്ക്കുണ്ട്. ആ വിദർഭയാണ് കേരളം നേരിടാൻ പോകുന്നത്. പക്ഷേ കേരളത്തിന് ഒരു വലിയൊരു ഊർജ്ജവും ഉന്മേഷവും എല്ലാം ഉണ്ട്. കാരണം ഒരു ചരിത്ര ഫൈനൽ ആണ് കിടക്കുന്നത്. ഒരു ചരിത്ര നേട്ടത്തിൻ്റെ പടിവാതിൽക്കലാണ് കേരളമുള്ളത്. ഒരു കയ്യെത്തും ദൂരെ ഒരു കിരീടമുണ്ട്. ഇത് തന്നെയാണ് കേരളത്തിന് എടുത്തു പറയാനുള്ളത്. പക്ഷേ ഇന്നത്തെ ടോസ് ആയിരിക്കും മനു ഏറ്റവും നിർണായകമായിട്ടുണ്ടാവുക. ശരി, ഏതായാലും നമുക്കിങ്ങനെ കാത്തിരിക്കാം സജിഷ. ഒരു ലോകകപ്പിന്റെ ഫൈനൽ നടക്കുന്ന ഒരു ആവേശമാണ്, ഒരു രഞ്ജി ട്രോഫിയുടെ ഫൈനൽ നടക്കുമ്പോൾ ഇന്നിപ്പോൾ കേരളത്തിലുള്ളത്. നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കിരീടവുമായി നമ്മുടെ ചുണക്കുട്ടികൾ തിരികെ വരട്ടെ എന്ന ഏറ്റവും ആത്മവിശ്വാസത്തോടെ നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം.